ഒരു 10 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി പോലും മൈക്രോ ലെവലിലാണ് വരുന്നത് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു കമ്പനി സെക്രട്ടറി മാൻഡേറ്ററി ആണ്. 10 കോടി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ കമ്പനികളിലും ഒരു കമ്പനി സെക്രട്ടറി മാൻഡേറ്ററി ആണ്. എല്ലാ രജിസ്റ്റേർഡ് കമ്പനികളിലും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. ഇനി കമ്പനികൾ അല്ലെങ്കിൽ തന്നെ മറ്റ് ബിസിനസ്സുകളുണ്ട്. കമ്പനികളല്ലാതെ പാർട്ണർഷിപ്പ് ഉണ്ട്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. അവിടെയൊക്കെ ആയാലും നമുക്ക് ടാക്സ് ഓഡിറ്റ് വേണം. അപ്പൊ ടാക്സ് ഓഡിറ്റ് വേണമെങ്കിൽ 1 കോടിയിൽ കൂടുതൽ അവർക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ ടാക്സ് ഓഡിറ്റ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര വൈഡാണ്, ഭയങ്കര സ്കോപ്പാണ് അവർക്ക് വരുന്നത്. തന്നെയല്ല ഇവർക്ക് ഈ ഒരു ബ്രാഞ്ച് മാത്രമല്ല, ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഓഡിറ്റിംഗ്, അക്കൗണ്ടിംഗ് ഫീൽഡ് അത് മാത്രമല്ലല്ലോ, ധാരാളം ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഇന്ന് കൊമേഴ്സിലും ഇൻഡസ്ട്രീസിലും ഉണ്ട്. ഇൻഡസ്ട്രി ആക്ടിവിറ്റി നമുക്ക് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഉണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഉണ്ട്, റിസ്ക് അനാലിസിസ് ഉണ്ട്, ഈവൻ ഇപ്പൊ ഫോറൻസിക് അക്കൗണ്ടിംഗ് ഉണ്ട്, അല്ലെ, ബിസിനസ് അനലിസ്റ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അങ്ങനെ, അതായത് നമുക്ക് കണക്കില്ലാത്ത പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണം, അവർക്കൊരു അവയർനെസ് ഉണ്ടാവണം, എന്താണ് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റ് ബ്രാഞ്ചസ് എടുക്കുന്നതിനെക്കാട്ടിലും ഒക്കെ തീർച്ചയായിട്ടും അവർക്ക് ജോലി സാധ്യതയും ജീവിതസുഖവും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകാനായിട്ട് സാധ്യത നമ്മുടെ കോമേഴ്സ് എഡ്യൂക്കേഷൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ്.